ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. ഞാൻ ആമസോണിൽ നിന്നും കുറച്ചധികം നല്ല കുർത്തീസ് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഷെയർ ചെയ്യുന്ന പോലെ ഇപ്രാവശ്യം നിങ്ങളായിട്ട് ഈ കുർത്തീസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ പ്രോഡക്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കുർത്തീസിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാനും ചെക്കൗട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഈ കുർത്തീസിൻ്റെ ഒക്കെ പ്രത്യേകത എല്ലാം നല്ല അഫോർഡബിൾ ഡെയിലി വെയർ കുർത്തീസാണ്. നമുക്ക് ഓഫീസിലോ കോളേജിലോ അതല്ല ഫംഗ്ഷൻസിനും വേണമെങ്കിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇപ്പോഴേ സർപ്രൈസ് പൊളിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇത് ആദ്യത്തെ കുർത്തി സെറ്റാണ്. അടിപൊളി കളറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്രീൻ കളറാണ് എന്തായാലും, പക്ഷേ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇത് നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം കുറച്ച് പോഷ് ലുക്ക് ഉണ്ടെങ്കിലും സ്റ്റൈലിഷ് ലുക്ക് ഉണ്ടെങ്കിലും നമുക്കിത് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ സെയിം കളർ ദുപ്പട്ടയുണ്ട്, ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാനിവിടെ സൈഡിൽ ഒരു ക്ലിപ്പായിട്ട് ഇത് ഇട്ടേക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സെയിം കളറിൽ വരുന്ന പലാസോ പാൻസ് വരുന്നുണ്ട്. രണ്ടിലും, അതായത് ടോപ്പിലും ബോട്ടത്തിലായാലും ബോർഡറിൽ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ലുക്കാണ്, ഒത്തിരി ഡിസൈൻസും ഇല്ല, പക്ഷെ നല്ല എലഗൻ ലുക്കാണ്. നെക്സ്റ്റ് ഒരു ഡെയിലി വെയർ കുർത്തിയാണ്. ഇത് നമ്മൾ ഈ ഷറാറ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മോഡലാണ്. അതായത് ഇറക്കം കുറഞ്ഞ ടോപ്പും നല്ല വീതി പാവാട പോലെ കിടക്കുന്ന നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന പാൻസും. ഇത് ഡെയിലി വെയർ ആയിട്ട് ഞാൻ പറഞ്ഞെങ്കിലും ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് ബെസ്റ്റാണ്. ഇതേ കണ്ടില്ലേ, നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും. രണ്ടും സെയിം കളറാണ്. ഇതൊരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ നമുക്ക് പറയാം, ടീൽ ഗ്രീൻ എന്നൊക്കെ പറയാം. ആ രണ്ടും ഒരു മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചോക്കർ അല്ലെങ്കിൽ ഒരു സ്റ്റഡ് പോലത്തെ വലിയ ഇയറിങ്സ് ഒക്കെ ഇട്ടാൽ നല്ല മാച്ചായിരിക്കും. അടുത്തത് നമ്മുടെ ഈ ലെമൺ യെല്ലോ കളറാണ് ശരിക്കും കുർത്തിയുടെ, പക്ഷേ ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു മസ്റ്റേർഡ് യെല്ലോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. രണ്ട് കളറായാലും നല്ല ഭംഗിയുള്ള കുർത്തിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ജോർജറ്റ് സ്റ്റഫാണ്. നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിടക്കും. ഞാൻ ഇതിൽ, അതായത് ഈ കുർത്തി തൊട്ട് ഇനി കാണിക്കാൻ പോകുന്നതിനൊക്കെ ഞാൻ ഇതേ സെയിം ലെഗിൻസ് പാൻറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ആങ്കിൾ ലെങ്ത് വരുന്ന പാൻറ്റാണ്. ഈ ഒരു കളർ ഉണ്ടെങ്കിൽ നമുക്ക് പല കുർത്തീസിൻ്റെയും കൂടെ മാച്ച് ആയിട്ടിട്ട് നടക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതുപോലത്തെ ബ്രൈറ്റ് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മളും ജസ്റ്റ് നന്നായിട്ടൊന്ന് എറിച്ച് നിൽക്കും. നെക്സ്റ്റ് ഇതൊരു പിസ്ത ഗ്രീൻ ടോപ്പാണ്. ഈ ഒരു പിസ്ത ഗ്രീൻ കുർത്തിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. നിങ്ങൾക്ക് കാണാം, കുറച്ചുകൂടെ ഞാൻ അടുത്ത് കാണിക്കാം. നല്ല ഈ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കാണിച്ച ആങ്കിൾ ലെങ്ത് പാൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് മാച്ച് ചെയ്തേക്കുന്നത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇടാൻ നല്ല സുഖമാണ്. നമുക്ക് സമ്മർ വിൻ്റർ അങ്ങനെ സീസണൊന്നുമില്ല, ഏത് സീസണിൽ വേണമെങ്കിലും ഇതുപോലത്തെ സ്റ്റഫ് അല്ലെങ്കിൽ ഇതുപോലത്തെ മെറ്റീരിയൽ കുർത്തീസൊക്കെ മേടിച്ചിട്ടാൽ അടിപൊളിയായിട്ട് കിടക്കാം. അടുത്തത് ഇതുപോലത്തെ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ കളർ വരുന്നത് ഓറഞ്ചിഷ് റെഡാണ്. നല്ല സ്ട്രൈപ്പ് ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡൈ പ്രിൻറ്റ് കുർത്തിയാണിത്. ഇതിടുമ്പം നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഒതുക്കം ഒരു ഫീൽ ചെയ്യും. നല്ല രസമായിരിക്കും നമ്മളിതിട്ടാൽ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇതുപോലത്തെ ഒരു ഓഫ് വൈറ്റ് പ്രിന്റിൽ വരുന്ന അനാർക്കലി ടൈപ്പ് കുർത്തിയാണ്. ഇത് ഡെയിലി വെയറിന് പറ്റിയതാണ് കേട്ടോ. കോട്ടൺ ആണ്, നല്ല ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. കുറച്ച് സീക്വൻസ് വർക്കും അവർ നമ്മുടെ നെക്ക് പോർഷനിലും ചെസ്റ്റ് പോർഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അനാർക്കലി പോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് പാൻസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. എസ്പെഷ്യലി വൈറ്റ്, ഓഫ് വൈറ്റ്, ക്രീം അല്ലെങ്കിൽ ഇതിൽ കാണുന്ന വയലറ്റ് കളറും നല്ല മാച്ചായിരിക്കും. വീഡിയോ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും തരണം. നമുക്കിനി വീണ്ടും പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും. ടേക്ക് കെയർ, ബൈ.